പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. 2020 മെയ് മാസത്തിൽ PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച 2 ലക്കങ്ങളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്ന് ക്ലാസ്സിനകത്ത് പഠിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, LDCയുടെ മെയിൻ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ആരും വളരെയധികം പരിഭ്രാന്തരാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പഠിക്കുന്ന മെത്തേഡിൽ വളരെ കോൺഫിഡൻ്റായി പഠിച്ചു പോവുക, ഇതാണ് ഏറ്റവും പ്രധാനം. 2, നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവുക, അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. എന്തായാലും ഞാൻ നേരത്തെ വാഗ്ദാനം ചെയ്തതുപോലെ കറണ്ട് അഫെയറിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിൽ നമ്മൾ ടോപ്പിക്ക് ഇതിനകത്ത് തീർക്കും. അതുപോലെ തന്നെ സയൻസിൻ്റെ കംപ്ലീറ്റ് ടോപ്പിക്കും നമുക്ക് എക്സാമിനേഷന് മുമ്പ് നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അറിയാം, നമുക്ക് ഓരോ 2020 മുതലാണ് നമ്മുടെ കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ്സുകൾ ഇതിനകത്ത് 2020 PSC ബുള്ളറ്റിൻ പ്രകാരമുള്ള കറണ്ട് അഫെയർസിൽ അതിൽ ഫെബ്രുവരി, ജനുവരി ഞാൻ പറഞ്ഞു, ജനുവരിയിൽ കറണ്ട് അഫെയർസ് അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മെയ്യിലെ ഫുൾ കറണ്ട് അഫെയർസുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കറണ്ട് അഫെയർസ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കോവിഡ് പ്രതിരോധത്തിന് സ്വീകരിച്ച നടപടികളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിൽ 1-ാം സ്ഥാനത്തെത്തിയ വ്യക്തിയാണ് നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി. കോവിഡ് പ്രതിരോധത്തിന് സ്വീകരിച്ച നടപടികളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി 1-ാം സ്ഥാനത്തെത്തുന്നു. അപ്പോൾ 1-ാം സ്ഥാനത്തെത്തിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദിയാണ്. ഓർത്തുവയ്ക്കുന്നു, ഒരു കിടിലം പോയിന്റ് നമുക്ക് കിട്ടി. 2ാമത്തെ പോയിന്റിലേക്ക് വരാം. നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് പ്രകാരം ഈ വർഷത്തെ മികച്ച 12 ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടിക എടുത്തപ്പോൾ, മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടിക എടുത്തപ്പോൾ ആദ്യത്തെ 12 സ്ഥാനവും ലഭിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളം ആണ് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഒറ്റശേഖരമംഗലത്ത് പുഴനാട് എന്ന് പറയുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിനാണ് 1-ാം സ്ഥാനം കിട്ടിയത്. നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് പ്രകാരം ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ 12 സ്ഥാനങ്ങളും നേടുന്ന സംസ്ഥാനം കേരളം ആണ്. ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന കാർട്ടൂൺ ചിത്രങ്ങളുടെ സംവിധായകൻ, ഓസ്കാർ ജേതാവ്, അദ്ദേഹം മരണപ്പെടുന്നു. അപ്പോൾ PSC ചോദിക്കാം, ടോം ആൻഡ് ജെറിയുടെ അല്ലെങ്കിൽ ആ കാർട്ടൂൺ ചിത്രങ്ങളുടെ സംവിധായകൻ 2020 അന്തരിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം യൂജിൻ മെറിൽ ഡീച്ച്. യൂജിൻ മെറിൽ ഡീച്ച് ചിത്രത്തിൽ വ്യക്തമായി നമുക്ക് അദ്ദേഹത്തെ കാണാം. അദ്ദേഹം 2020 മരണപ്പെടുന്നു. ടോം ആൻഡ് ജെറി കാർട്ടൂൺ ചിത്രങ്ങളുടെ സംവിധായകൻ, പേര് യൂജിൻ മെറിൽ ഡീച്ച്. യൂജിൻ മെറിൽ ഡീച്ച് 2020 മരണപ്പെടുന്നു. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ചെട്ടിക്കുളങ്ങര കുംഭഭരണിയുടെ ചിത്രമാണ് വളരെ വ്യക്തമായി നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഭാരത സർക്കാരിൻ്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണ് ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച. ഓക്കെ, ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച ഭാരത സർക്കാരിൻ്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടി. ഓർത്തുവയ്ക്കുക, ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച. ഏഷ്യയിലെ അതിസമ്പന്നരായ ആൾക്കാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്നത് ആലിബാബ ഗ്രൂപ്പാണ്. അതിൻ്റെ സ്ഥാപകനായ ജാക്ക് മാ ആണ് 1-ാം സ്ഥാനത്തുണ്ടായിരുന്നത്. 2020 ആ ജാക്ക് മാ എന്ന് പറയുന്ന ഏഷ്യയിലെ അതിസമ്പന്നനായ വ്യക്തിയെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യൻ
ഇന്ത്യക്കാരനായ വ്യവസായിയായ മുകേഷ് അംബാനി 1-ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ഏഷ്യയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനം ഇപ്പോൾ 2020 മുകേഷ് അംബാനി ആലിബാബ ഗ്രൂപ്പ് സ്ഥാപകനായ ജാക്ക് മായെ പിന്തള്ളി 1-ാം സ്ഥാനത്ത് എത്തുന്നു എന്നതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. വയോധികരെയും രോഗികളെയും സമ്പർക്ക നിയന്ത്രണത്തിലാക്കി വീട്ടിലാക്കി ആരോഗ്യമുള്ള യുവാക്കളെ പുറത്തിറങ്ങാനും തൊഴിൽ ചെയ്യാനും അനുവദിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത് എന്ന് PSC ചോദിക്കും. അപ്പോൾ നമ്മൾ ഉത്തരം പറയണം റിവേഴ്സ് ക്വാറന്റീൻ എന്ന്. വയസ്സായ ആൾക്കാരെ രോഗികളെയൊക്കെ വീട്ടിലിരുത്തിയിട്ട് ആരോഗ്യമുള്ള ചെറുപ്പക്കാർക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ അനുവദിക്കുന്ന രീതിയാണ് റിവേഴ്സ് ക്വാറന്റീൻ എന്ന് ഓർത്തു വയ്ക്കുക. ഏറ്റവും നല്ല ചികിത്സാ രീതികളുടെ ഗണത്തിൽ വരുന്നതാണ് ഹോമിയോ ചികിത്സ. ഹോമിയോ ചികിത്സ ലോക ഹോമിയോപ്പതി ദിനം എന്നെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം ഏപ്രിൽ 10-ാം തീയതി ആണ്. ഏപ്രിൽ 10-ാം തീയതി ആണ് ലോക ഹോമിയോപ്പതി ദിനം. ലോക ഹോമിയോപ്പതി ദിനം എന്നാണ് ഏപ്രിൽ 10. ലോക്ക്ഡൗൺ കാലയളവിൽ ജനങ്ങളുടെ വിനോദത്തിനായി, ലോക്ക്ഡൗൺ കാലയളവിൽ ആൾക്കാർ ഒരുപാട് മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ കാലയളവിൽ ജനങ്ങളുടെ വിനോദത്തിനായി പ്രസാർ ഭാരതി ആരംഭിച്ച ചാനലാണ് DD റെട്രോ. DD റെട്രോ എന്തിനു വേണ്ടിയിട്ടാണ്? കോവിഡ് സമയത്ത് ജനങ്ങളുടെ വിനോദത്തിന്, അവരുടെ പരിഭ്രാന്തിയൊക്കെ മാറ്റി അവരുടെ വിനോദത്തിന് വേണ്ടി പ്രസാർ ഭാരതി ആരംഭിച്ച ചാനലാണ് DD റെട്രോ. നമുക്ക് ഇവിടെ ഒരു ബിൽഡിംഗ് കാണാം. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി കോൺവാലസെൻ്റ് പ്ലാസ്മ തെറാപ്പി ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ പേര് ട്രയൽ എന്നാണ്. ട്രയൽ എന്നേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. ഈ ഒരു ചികിത്സാ രീതിക്ക് ICMRൻ്റെ അനുമതി ലഭിച്ച സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആണ്, അതിൻ്റെ ടെക്നോളജിയാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം തിരുവനന്തപുരത്താണ്. അവർക്കാണ് ഈ കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കോൺവാലസെൻ്റ് പ്ലാസ്മ തെറാപ്പി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി, ട്രയൽ എന്നാണ് അതിനെ പറയുക, അതിനുള്ള അനുമതി ലഭിച്ചത്. കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ ആയുർവേദ ചികിത്സ ഉപയോഗിച്ച സംസ്ഥാനം ഏതാണ്? അപ്പോൾ കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ആയുർവേദ ചികിത്സ ആരംഭിച്ച സംസ്ഥാനമാണ് ഗോവ. കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് ആയുർവേദ ചികിത്സ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ഓർത്തു വയ്ക്കണം, ഗോവ ആയുർവേദ ചികിത്സയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതാരെന്ന് ചോദിച്ചാൽ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഗോവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് മുക്ത സംസ്ഥാനം ഗോവയാണ്. കോവിഡ് രോഗികൾക്ക് പ്രതിരോധം കിട്ടാൻ വേണ്ടി ആയുർവേദ ചികിത്സ കൊടുത്ത സംസ്ഥാനമാണ് ഗോവ. ലോക പൈതൃക ദിനം, പഠിച്ചോണം, നല്ല പോയിൻ്റാണ്, കിടിലം പോയിൻ്റാണ്. ലോക പൈതൃക ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ പറയണം ഏപ്രിൽ 18. ഇതിനു മുമ്പ് നമ്മളിപ്പോൾ ഒരു ഡേറ്റ് പഠിച്ചതേ ഉള്ളൂ, ഏപ്രിൽ മാസം ഓർമ്മയുണ്ട്. ലോക പൈതൃക ദിനം ഏപ്രിൽ 10 ലോക പൈതൃക ദിനം. ഇവിടെ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ഷട്ടിലിംഗ് ടു ദ ടോപ്പ്. ഷട്ടിലിംഗ് ടു ദ ടോപ്പ് PV സിന്ധുവിൻ്റെ ചിത്രമാണ് കാണുന്നത്. ബാഡ്മിൻ്റൺ താരം PV സിന്ധുവിൻ്റെ കായിക ജീവിതത്തെ ആധാരമാക്കി കൃഷ്ണസ്വാമി എഴുതിയ പുസ്തകത്തിൻ്റെ പതിപ്പാണിത്. അതിൻ്റെ ഏറ്റവും ഫ്രണ്ട് പേജാണ് ഇവിടെ കാണുന്നത്. ഷട്ടിലിംഗ് ടു ദ ടോപ്പ് എന്നാണ്. സ്റ്റോറി ഓഫ് PV സിന്ധു എന്ന് നമുക്ക് ഈ ഒരു പോസ്റ്ററിൽ കാണാം. ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഷട്ടിലിംഗ് ടു ദ ടോപ്പ് ആരെക്കുറിച്ചാണ് എന്നതും ഇതിനകത്തുണ്ട്, ആരാണ് എഴുതിയതും എന്നുമുണ്ട്. എഴുതിയത് കൃഷ്ണസ്വാമിയാണ്. PV സിന്ധുവിൻ്റെ കായിക ജീവിതത്തെ ആധാരമാക്കിയാണ് എഴുതിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ ഭരണകൂടം കോവിഡ് ദ്രുത പരിശോധനയ്ക്കായി നിരത്തിലിറക്കിയ വാഹനമാണ് തിരങ്ക എന്ന്.
തിരങ്ക എന്ന് നമ്മുടെ ഈ കാറിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പത്തനംതിട്ട ജില്ലാ ഭരണകൂടം. അപ്പോൾ കോവിഡ് ദ്രുത പരിശോധനയ്ക്കായി തിരങ്ക എന്ന വാഹനം പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം പത്തനംതിട്ട എന്ന് പറയണം. വാഹനത്തിൻ്റെ പേര് കൂടി ഒന്ന് ഓർത്തു വയ്ക്കണം, തിരങ്ക. ഇവിടെ ചിത്രമുണ്ട്, എല്ലാ സ്ലൈഡുകളിലും ചിത്രം കാണാം. ലോക മലേറിയ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 25 ഇത് മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ഫാക്റ്റ് ആയതുകൊണ്ട് തന്നെ ഏപ്രിലിലെ പ്രധാനപ്പെട്ട ദിവസ പ്രാധാന്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ലോക മലേറിയ ദിനം ഏപ്രിൽ 25 ഏപ്രിൽ 25. ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ അയാം ബാഡ്മിൻ്റൺ ക്യാമ്പയിൻ്റെ അംബാസിഡർ ആരാണ്? വേൾഡ് ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ അയാം ബാഡ്മിൻ്റൺ എന്നൊരു ക്യാമ്പയിനുണ്ട്. ഈ ക്യാമ്പയിൻ്റെ അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം നല്ല കിടിലമായിട്ട് പറയണം, PV സിന്ധു. ഒന്നുകൂടെ പറയാം, ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ അയാം ബാഡ്മിൻ്റൺ എന്ന ക്യാമ്പയിൻ്റെ അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം അങ്ങ് വെച്ചു കൊടുക്കണം, PV സിന്ധു. വേൾഡ് മലേറിയ ദിനം ഏപ്രിൽ 25. നാസ വിക്ഷേപിച്ച ദൂരദർശിനിയായ ഡബിൾ ടെലസ്കോപ്പ് എത്ര വർഷമാണ് 2020 പൂർത്തിയാക്കിയതെന്ന് ചോദിച്ചാൽ പറയണം 30 വർഷമാണ്. അല്ലെങ്കിൽ 30 വർഷം പൂർത്തിയാക്കിയ നാസ വിക്ഷേപിച്ച ദൂരദർശിനിയുടെ പേര് ചോദിച്ചാൽ ഡബിൾ ടെലസ്കോപ്പ് എന്ന് ഉത്തരം പറയണം. കോവിഡ് നിരീക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ, ഇത് ഉറപ്പായിട്ട് PSC ചോദിക്കും, ഇത് ചോദിക്കാതെ PSC പരീക്ഷ കടന്നു പോവില്ല. കോവിഡ് നിരീക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് ആരോഗ്യ സേതു എന്നാണ്. കോവിഡ് നിരീക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് ആരോഗ്യ സേതു. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് കോടതി നടപടികൾ വീഡിയോ കോൺഫറൻസിലൂടെ സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി വിർച്വൽ സംവിധാനത്തിലൂടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏത് കോടതിയാണ് എന്ന് PSC ചോദിക്കും. കോവിഡ് സാഹചര്യത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത്. ആദ്യമായി നമ്മുടെ ഈ വിർച്വൽ കോടതി ആദ്യമായി വീഡിയോ കോൺഫറൻസിലൂടെ വിർച്വൽ കോർട്ട് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശ് എന്ന് അക്ഷരത്തെറ്റില്ലാതെ പഠിക്കണം. ഇന്ത്യയിൽ ആദ്യമായി വീഡിയോ കോൺഫറൻസിലൂടെ വിർച്വൽ സംവിധാനത്തിലൂടെ കോർട്ട് അങ്ങനെ സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഏപ്രിൽ 23. അറിഞ്ഞുകൂടാത്തവർ പഠിക്കണം, ലോക പുസ്തക ദിനം. ഏപ്രിൽ 23. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. 2020 ഏപ്രിൽ 23 ലോക പുസ്തക ദിനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര മാനവശേഷി മന്ത്രാലയം ആരംഭിച്ച പ്രചരണ പരിപാടി പുസ്തക വായനയുമായി ബന്ധപ്പെട്ട് അതാണ് ഇവിടെ എൻ്റെ പോസ്റ്റർ കാണാൻ പറ്റുന്നുണ്ട്, മൈ ബുക്ക് മൈ ഫ്രണ്ട്. 2020 വേൾഡ് ബുക്ക് ഡേ ഏപ്രിൽ 23. അതിൻ്റെ ഭാഗമായി കേന്ദ്ര മാനവശേഷി മന്ത്രാലയം നടപ്പിലാക്കിയ പ്രചരണ പരിപാടിയുടെ പേരാണ് മൈ ബുക്ക് മൈ ഫ്രണ്ട്. ഇദ്ദേഹത്തെ ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. മേരാ നാം ജോക്കർ എന്ന സിനിമയിലൂടെ ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം നേടുകയും 3-ാം വയസ്സിൽ ശ്രീ 420 എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഗാനരംഗത്തിലൂടെ സിനിമയുടെ മായാലോകത്തേക്ക് കടന്നു വന്ന പ്രണയനായകൻ ഋഷി കപൂറിൻ്റെ മരണം 2020 എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓർത്തുവെക്കണം, മേരാ നാം ജോക്കറിലൂടെയാണ് അദ്ദേഹം സിനിമയിലെ അഭിനയ രംഗത്തേക്ക്
കടന്നു വന്നത് അതിനു മുമ്പേ 3-ാം വയസ്സിൽ വന്നു. പക്ഷേ ദേശീയ അവാർഡിന്, ബാലതാരത്തിനുള്ള ദേശീയ അവാർഡിന് അദ്ദേഹത്തിനെ അർഹനാക്കുന്നത് മേരാ നാം ജോക്കർ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയം ആണ്. നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം, വളരെ വ്യക്തമായി ശ്രദ്ധിക്കാം. ചിത്രത്തിൽ കാണുന്നത് മാലിനി ശങ്കറാണ്. മാലിനി ശങ്കറിനെയാണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. പേര് മാലിനി ശങ്കർ. മാലിനി ശങ്കർ ആരാണ്? മാലിനി ശങ്കർ നാഷണൽ ഷിപ്പിംഗ് ബോർഡിൻ്റെ ചെയർപേഴ്സൺ. നാഷണൽ ഷിപ്പിംഗ് ബോർഡിൻ്റെ ചെയർപേഴ്സൻ്റെ പേര് മാലിനി ശങ്കർ. നാഷണൽ ഷിപ്പിംഗ് ബോർഡിൻ്റെ ചെയർപേഴ്സൻ്റെ പേര് മാലിനി ശങ്കർ. മാലിനി ശങ്കർ. മാലിനി ശങ്കർ നാഷണൽ ഷിപ്പിംഗ് ബോർഡിൻ്റെ പുതിയ ചെയർപേഴ്സൺ. ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി ഈ ഗ്രാമ സ്വരാജ് എന്ന പേരിലാണ് കേന്ദ്ര സർക്കാർ ഒരു ആപ്ലിക്കേഷൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ PSCയുടെ ചോദ്യം എന്തായിരിക്കും? ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഈ ഗ്രാം സ്വരാജ്. എന്താണ് ഈ ഗ്രാം സ്വരാജ്? ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷൻ്റെ പേരാണ് ഈ ഗ്രാം സ്വരാജ് എന്ന്. ശ്രദ്ധിക്കാം. COVID-19 രോഗികളെ പരിചരിക്കാൻ വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെന്റിലേറ്റർ ഇൻ്റർവെൻഷൻ ടെക്നോളജി ആക്സസിബിൾ ലോക്കലി എന്ന പേരിൽ, വൈറ്റൽ എന്ന് പറയുന്ന പേരിൽ പിന്നീട് നാസ വികസിപ്പിച്ചെടുത്ത വെന്റിലേറ്ററിൻ്റെ ചിത്രമാണിത്. ഈ വെന്റിലേറ്ററിൻ്റെ പേര് ചോദിച്ചാൽ ഹൈ പ്രഷർ വെന്റിലേറ്റർ എന്ന് പറയണം. അപ്പോൾ നാസ വികസിപ്പിച്ചെടുത്ത COVID-19 ബാധിതരെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് വൈറ്റൽ. അതിൻ്റെ നാസ വികസിപ്പിച്ചെടുത്തത് ഹൈ പ്രഷർ വെന്റിലേറ്ററാണ്. നാസയാണ് ഹൈ പ്രഷർ വെന്റിലേറ്ററാണ് എന്നും ഓർത്തു വയ്ക്കുക. ലോക്ക്ഡൗണിൽ തുടർ ചികിത്സയ്ക്കുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന നിർധരരായ, കാശൊന്നുമില്ലാത്ത വളരെ ദരിദ്രരായ രോഗികൾക്ക് അവശ്യം മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പരിപാടിയുടെ പേര്. അപ്പോൾ നമ്മൾ ഉത്തരം പറയണം. ആ പരിപാടിയുടെ പേരാണ് സാന്ത്വനം. ലോക്ക്ഡൗണിൽ തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന നിർധരരായ രോഗികൾക്ക് അവശ്യമരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് സാന്ത്വനം. സീറോ മലേറിയ സ്റ്റാൻഡ്സ് വിത്ത് മീ എന്ന് വെച്ചാൽ ഏപ്രിൽ 25 വേൾഡ് മലേറിയ ഡേ ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു. ലോക മലേറിയ ദിനത്തിൽ 2020 ലോക മലേറിയ ദിനത്തിൻ്റെ പിന്നീട് പ്രമേയമാണ് സീറോ മലേറിയ സ്റ്റാൻഡ്സ് വിത്ത് മീ. സീറോ മലേറിയ സ്റ്റാൻഡ്സ് വിത്ത് മീ എന്ന് പറയുന്നത് 2020 ലോക മലേറിയ ദിനത്തിൻ്റെ പ്രമേയം. IIT ഡൽഹി നോക്കണേ. കോവിഡിനെതിരെ PSCയുടെ ചോദ്യം ഇങ്ങനെ ആയിരിക്കും. COVID-19 പ്രോബ് ഫ്രീ ഡിറ്റക്ഷൻ അസേ വികസിപ്പിച്ച IIT ഏത് എന്ന് ചോദിച്ചാൽ IIT ഡൽഹി ആണ് എന്ന് നമ്മൾ ഉത്തരം പറയണം. IIT ഡൽഹി COVID-19 പ്രോബ് ഫ്രീ ഡിറ്റക്ഷൻ അസേ വികസിപ്പിച്ചെടുത്ത IIT അല്ലെങ്കിൽ സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം IIT ഡൽഹി ആണ്. COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി സൈനിക വിഭാഗം. അപ്പോൾ ഏത് സൈനിക വിഭാഗം? CISF എന്ന് പറയുന്ന സൈനിക വിഭാഗം രൂപീകരിച്ച ആപ്ലിക്കേഷൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പറയണം. നോക്കണേ. ഈ കാര്യാലയ എന്ന ആപ്ലിക്കേഷനാണ് COVID-19 ഭാഗമായി സൈനിക വിഭാഗമായ CISF പുറത്തിറക്കിയത്. CISF പുറത്തിറക്കിയ COVID-19 പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ
ഈ കാര്യാലയ് എന്ന് ഉത്തരം പറയണം. ഓക്കെ, ശ്രദ്ധിച്ചു. പ്രോബ് ഫ്രീ ഡിറ്റക്ഷൻ അസേ വികസിപ്പിച്ചത് ഡൽഹിയിലെ IIT ആണ്. പ്രായപൂർത്തിയാകാത്തവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ ഗൾഫ് രാജ്യം സൗദി അറേബ്യ. നമുക്ക് എല്ലാവർക്കും അറിയാം, സൗദി അറേബ്യയിലെ ശിക്ഷാ നടപടികൾ ഒരല്പം കടുത്തത് തന്നെയാണ്, അല്ലേ? കൈക്ക് പകരം കൈ, തലയ്ക്ക് പകരം തല എന്നതാണ് നയം. ഈയിടെ പ്രായപൂർത്തിയാകാത്തവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ ഗൾഫ് രാജ്യം. അതിനു മുമ്പ് നമ്മൾ ഒരു കറണ്ട് അഫെയർ ക്ലാസ്സിൽ, കഴിഞ്ഞ കറണ്ട് അഫെയർ ക്ലാസ്സിൽ പഠിച്ചു. സൗദി അറേബ്യ ചാട്ടവാർ അടി എന്ന് പറയുന്ന ശിക്ഷ നിർത്തലാക്കി. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ചോദിച്ചാൽ പറയണം പ്രശാന്തി. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ എന്താ കുഴപ്പം? സ്വാഭാവികമായി അനാവശ്യ ചിന്തകൾ, നമ്മുടെ പാസ്റ്റിൽ, നമ്മുടെ കഴിഞ്ഞു പോയ കാലത്ത് ഉണ്ടായ എന്തെങ്കിലും ട്രാജഡികളൊക്കെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മയിലുണ്ടാവും. പക്ഷേ കൂട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ താമസിക്കുകയാണെങ്കിലോ ഒരുമിച്ച് കൂടുകയാണെങ്കിലോ ഒന്നും അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരില്ല. അപ്പോൾ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി. ഇവിടെ കാണുന്ന വ്യക്തിയുടെ പേരാണ് തിരുമൂർത്തി. TS തിരുമൂർത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡറിൻ്റെ പേരാണ് തിരുമൂർത്തി. എന്താണ് പേര്? തിരുമൂർത്തി എന്നാണ്. TS തിരുമൂർത്തി എന്നാണ്. TS തിരുമൂർത്തി. UN-ലേക്കുള്ള, ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസഡറിൻ്റെ പേരാണ് TS തിരുമൂർത്തി. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല, നമുക്ക് പാഠമാക്കാനും വരുന്ന പരീക്ഷയ്ക്കും ഊർജ്ജസ്വലമായി നമുക്ക് പഠിക്കാനൊക്കെയുള്ളൊരു പ്രേരണ നൽകുന്ന ഒരു വസ്തുതയാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഗോത്രവിഭാഗത്തിൽ നിന്ന് IAS എന്ന് പറയുന്ന സ്വപ്ന പടവുകൾ ചവിട്ടിക്കയറിയ ഒരു വനിതയാണ് ശ്രീ ധന്യ സുരേഷ്. ശ്രീ ധന്യ സുരേഷിൻ്റെ പേര് നമ്മൾ ആരും മറക്കരുത്. ഇന്ന് കോഴിക്കോട് അസിസ്റ്റൻ്റ് കളക്ടറാണ്. അപ്പോൾ ഗോത്രവിഭാഗത്തിൽ നിന്ന് IAS നേടിയ മലയാളിയാണ് ശ്രീ ധന്യ സുരേഷ്. റാങ്ക് 410ാമത്തെ റാങ്കാണ്, ഉയർന്ന റാങ്കാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഗോത്രവിഭാഗത്തിൽ നിന്ന് IAS നേടിയ മലയാളിയുടെ പേര് ചോദിച്ചാൽ ശ്രീ ധന്യ സുരേഷ് എന്ന പേരും ഈ ചിത്രവും ഈ മുഖവും നമ്മൾ മറക്കരുത്. ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു രാസവസ്തു നിർമ്മാണശാലയിൽ ഒരു സ്ഫോടനം പോലെ ഒരു സംഭവം ഉണ്ടായി. അവിടെ ശ്വാസം മുട്ടി കുട്ടികൾ ഉൾപ്പെടെ പിന്നീട് നിരവധി പേര് മരണത്തിനിടയായി. അപ്പോൾ PSC ചോദിക്കുന്നത് ആ വാതകത്തിൻ്റെ പേരായിരിക്കും. അപ്പോൾ നമ്മൾ ഉത്തരം പറയണം സ്റ്റൈറീൻ എന്ന പേരുള്ള ഒരു വാതകമാണ്. ചില പോളിമറുകളുടെയൊക്കെ നിർമ്മാണത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റൈറീൻ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് രാസവസ്തു നിർമ്മാണശാലയിൽ ചോർന്ന ഏത് വാതകമാണ് നിരവധി ആൾക്കാരുടെ ജീവൻ എടുത്തത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം സ്റ്റൈറീൻ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യയുടെ അഭിമാന താരം, ടെന്നീസിൻ്റെ ലോകത്ത് ഇന്ത്യക്ക് അഭിമാനകരമായ നിരവധി നേട്ടങ്ങൾ കൊയ്ത താരത്തിൻ്റെ പേര് സാനിയ മിർസ. ഇന്ത്യയുടെ ശത്രുരാജ്യം എന്ന് നമ്മൾ പറയുന്ന പാകിസ്ഥാനിൽ നിന്നും വിവാഹം കഴിച്ച വനിത കൂടിയാണ് സാനിയ മിർസ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന പോയിൻ്റ്, അന്തർദേശീയ ടെന്നീസ് ഫെഡറേഷൻ, ഇൻ്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ്റെ ഫെഡപ്പ് ഹാർട്ട് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആര്? ഉത്തരം സാനിയ മിർസ. ഇൻ്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ്റെ ഫെഡപ്പ് ഹാർട്ട് അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം സാനിയ മിർസ എന്ന് നമുക്ക് ഉത്തരം പറയാം. സാനിയ മിർസയാണ്
ഫെഡപ്പ് ഹാർട്ട് അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം? ശ്രദ്ധിക്കാം, കോവിഡ് 19-നെതിരെ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ആൻറ്റിബോഡി കിറ്റിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ നമുക്കത് അവിടെ ചിത്രത്തിൽ കാണാം. കോവിഡ് കവച്, എലൈസ. എലൈസ എന്ന് പറഞ്ഞാൽ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസേ എന്നാണ്. കോവിഡ് 19-നെതിരെ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ആൻറ്റിബോഡി കിറ്റ് കോവിഡ് കവച് എന്ന് പറയും. PSC ചോദിക്കാം, കോവിഡ് കവച് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയാണ് അത് വികസിപ്പിച്ചെടുത്തത്. ഇവിടെ ചിത്രത്തിൽ നമുക്കൊരു വ്യക്തിയെ കാണാം. അദ്ദേഹത്തിൻ്റെ പേര് തരുൺ ബജാജ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഒന്നുകൂടി കേട്ടോണം, തരുൺ ബജാജ്. തരുൺ ബജാജാണ് RBIയുടെ സെൻട്രൽ ബോർഡ് ഡയറക്ടർ. RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബോർഡ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് തരുൺ ബജാജ്. റഷ്യയുടെ കമ്മീമൊറേറ്റീവ് വേൾഡ് വാർ സെക്കൻഡ് മെഡലിന് ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ അർഹനായി. അതായത് റഷ്യ നൽകിയ കമ്മീമറേറ്റീവ് വേൾഡ് വാർ സെക്കൻഡ് മെഡലിന് അർഹനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉൻ ആണ് എന്നുത്തരം പറയാം. UNEPയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ദിയ മിർസ. ദിയ മിർസയാണ് UNEPയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത്. UNEP എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നാഷൻ എൻവൈറോൺമെൻ്റൽ പ്രോഗ്രാം എന്നാണ്. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കുക, UNEPയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതയായ വ്യക്തിയാണ് ദിയ മിർസ. ദിയ മിർസ ആരാണെന്ന് ചോദിച്ചാൽ ആക്ടറും മോഡലും സോഷ്യൽ വർക്കറും ഒക്കെ ആയിട്ടുള്ള ആളാണ്. UNEPയുടെ ഗുഡ്വിൽ അംബാസിഡറായത് ദിയ മിർസ ആണ് എന്ന് ഉത്തരം പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ ഒരു ഡ്രോണിൻ്റെ ചിത്രം കാണാം. കോവിഡ് 19 പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന ഡ്രോണിൻ്റെ, ഓക്കെ, ഇതൊരു ഡ്രോണാണ്. അപ്പോൾ ഈ ഡ്രോണിൻ്റെ പേര് ഇവിടെ ഒരു ക്യാമറയൊക്കെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഡ്രോണിൻ്റെ പേര് പഠിക്കണം, ഗരുഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ കോവിഡ് 19 പ്രതിരോധത്തിന് വേണ്ടി ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ ആരംഭിച്ച പോർട്ടലാണ്. ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ കോവിഡ് 19 പ്രതിരോധത്തിന് സജ്ജമാക്കിയ പോർട്ടലിൻ്റെ പേരാണ് ഗരുഡ് എന്നാണ് പേര്, മറക്കരുത്. അപ്പോൾ നോക്കണേ, ഇത് അധീർ രഞ്ജൻ ചൗധരിയാണ്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹം ഒരു തവണ ചെയർമാൻ ആയിട്ടുണ്ട്. അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അധീർ രഞ്ജൻ ചൗധരി. അധീർ രഞ്ജൻ ചൗധരിയുടെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ മറന്നു പോകരുത്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര്? ഉത്തരം അധീർ രഞ്ജൻ ചൗധരി. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി, അതിൻ്റെ പേരാണ് സഹായ ഹസ്തം. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി സഹായ ഹസ്തം. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം സഹായ ഹസ്തം എന്നാണ്. സഹായ ഹസ്തം. ശ്രദ്ധിച്ചു നോക്കണം, ഇവിടെ നമുക്കൊരു കറൻസി കാണാൻ കഴിയുന്നുണ്ട്. ഇറാഖിൻ്റെ പുതിയ കറൻസിയാണ്. ഇറാഖിൻ്റെ ഈ പുതിയ കറൻസിയെ നമ്മൾ വിളിക്കുന്ന പേരാണ്
ടൊമാൻ. ടൊമാൻ എന്ന് പറയുന്നത് ഇറാഖിൻ്റെ പുതിയ കറൻസിയാണ് ടൊമാൻ എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ COVID-19 ടെസ്റ്റ് ബസ് ആരംഭിച്ചു. അപ്പോൾ ആദ്യം നോക്കണേ, ഇന്ത്യയിൽ COVID-19 ടെസ്റ്റ് ബസ് ആരംഭിച്ച ടെസ്റ്റ് ബസ്സാണ് ബസ്. ആദ്യത്തെ ടെസ്റ്റ് ബസ് COVID-19 ടെസ്റ്റ് ബസ് ആരംഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം മറക്കരുത്, മഹാരാഷ്ട്ര. ഇറാഖിൻ്റെ പുതിയ കറൻസിയാണ് ടൊമാൻ. അപ്പോൾ ആദ്യമായി COVID-19 ടെസ്റ്റ് ബസ് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഓക്കെ. കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനിൻ്റെ പേരാണ് ശ്രമിക് എന്ന്. കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനിൻ്റെ പേരാണ് ശ്രമിക് എന്ന്. ശ്രമിക്. ഓക്കെ. വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറിയായി നിയമിതനായത് ആര്? ഉത്തരം അജയ് ടിർക്കി. വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറിയായി നിയമിതനായത് ആര്? ഉത്തരം അജയ് ടിർക്കി. വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറിയുടെ പേരാണ് അജയ് ടിർക്കി. അജയ് ടിർക്കി. ഓക്കെ. ലോക്ക്ഡൗൺ പശ്ചാത്തലത്തിൽ ആദിവാസി ഊരുകളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിൽ മൊബൈൽ ലൈബ്രറി ആരംഭിച്ചു. ചോദ്യം എങ്ങനെയായിരിക്കും? മൊബൈൽ ലൈബ്രറി ആരംഭിച്ച സ്ഥലം. അപ്പോൾ നമ്മൾ ഉത്തരം പറയണം വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ. ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ ആദിവാസി ഊരുകളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മൊബൈൽ ലൈബ്രറി ആരംഭിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ. വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, വേറൊരു കറണ്ട് അഫെയർ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് വി വിൽ വിൻ എന്ന പരിപാടി. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫിഫ, വേൾഡ് ഫുട്ബോൾ അസോസിയേഷനാണ് ഫിഫ. ഫിഫയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലാണ്. അപ്പോൾ ആ ഫിഫ എന്ന് പറയുന്ന ആ ഒരു സംഘടന ആരംഭിച്ച വീഡിയോ ക്യാമ്പയിൻ്റെ പേരാണ് വി വിൽ വിൻ. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫിഫ ആരംഭിച്ച ക്യാമ്പയിനാണ് വി വിൽ വിൻ. വി വിൽ വിൻ. ശ്രദ്ധിക്കണം, ഒരു ഫ്ലൈറ്റിൽ കുറേ ആൾക്കാർ വരികയാണ് എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര വിദേശ വ്യോമയാന പ്രതിരോധ മന്ത്രാലയം രൂപം നൽകിയ ദൗത്യമാണ് വന്ദേ ഭാരത്. വന്ദേ ഭാരതിൻ്റെ ഭാഗമായി നാട്ടിലേക്ക് മടങ്ങുന്ന ആൾക്കാരാണ് ഇവിടെ നമുക്ക് കൈകെടുത്ത് കാണിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര വിദേശ വ്യോമയാന പ്രതിരോധ മന്ത്രാലയം രൂപം നൽകിയ ദൗത്യമാണ് വന്ദേ ഭാരത്. വന്ദേ ഭാരത്. ലോക്ക്ഡൗൺ കാലത്ത് ഗാർഹിക മാലിന്യ സംസ്കരണം മുൻനിർത്തി ഹരിത കേരളം മിഷൻ സംഘടിപ്പിച്ച ചലഞ്ചിൻ്റെ പേരാണ് ആരോഗ്യമുള്ള നാടിന് വൃത്തിയുള്ള വീട്. അത് നല്ലൊരു പരിപാടിയാണ്. എന്താണ്? നല്ലൊരു പരിപാടിയായിരുന്നു. ലോക്ക്ഡൗൺ കാലത്ത് ഗാർഹിക മാലിന്യങ്ങൾ അതിൻ്റെ സംസ്കരണം മുൻനിർത്തി ഹരിത കേരളം മിഷൻ സംഘടിപ്പിച്ച പരിപാടിയാണ് ആരോഗ്യമുള്ള നാടിന് വൃത്തിയുള്ള വീട്. 2020 മെയ് മാസത്തെ കറണ്ട് അഫെയർ PSC ബുള്ളറ്റിനാണ് നമ്മൾ കേൾക്കുന്നത്. COVID-19 തുടർന്ന് വിദേശത്ത് അകപ്പെട്ടു പോയവരെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ നാവികസേന ആരംഭിച്ച നടപടിയാണ് ഓപ്പറേഷൻ സമുദ്ര സേതു. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കണം. വിദേശത്ത് അകപ്പെട്ടു പോയവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ നാവികസേനയുടെ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സമുദ്ര സേതു. 1 കോടി മാസ്ക്, അതുമായി ബന്ധപ്പെട്ട് മാസ്ക് പഹനോ ഇന്ത്യ എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല കൊല്ലം ജില്ലയാണ്. 1 കോടി മാസ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്
മാസ്ക് പഹനോ ഇന്ത്യ എന്ന പദ്ധതി കേരളത്തിൽ എവിടെയാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം കൊല്ലത്താണ് ആരംഭിച്ചത്. പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, 2020 മെയ് മാസത്തെ എല്ലാ കറണ്ട് അഫെയർ PSC ബുള്ളറ്റിനിലെ ഫാക്റ്റുകളും നമ്മളിന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ സ്ഥിരമായി കാണാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇതിലെ മുൻകാല ചോദ്യങ്ങളെല്ലാം ഏകദേശം 200-ൽ പരം വീഡിയോസ് നമുക്ക് ഇതിനകത്തുണ്ട്. സയൻസിനകത്തെ ഓൾമോസ്റ്റ് എല്ലാം ടോപ്പിക് വൈസായിട്ട് എടുത്തിട്ടുണ്ട്. മലയാളത്തിൻ്റെ 7 ടോപ്പിക്കുകൾ എടുത്തിട്ടുണ്ട്. മോർണിംഗ് ടീ, ഗുഡ് ഈവനിങ് ബുള്ളറ്റിൻ, ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റ് 2 സെഗ്മെൻറ്റുകൾ. പുതിയൊരു സെഗ്മെൻറ്റ് ആരംഭിക്കാൻ പോകുന്നു. LD പരീക്ഷയുടെ തീയതി ഡിക്ലെയർ ചെയ്ത ആ ഒരു അവസരത്തിൽ നമ്മൾ ആ ഒരു പരീക്ഷാ തീയതി വന്നതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് മുൻകാല ചോദ്യപേപ്പറുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യവും അതിൻ്റെ വിശദീകരണവും നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഉന്നത റാങ്ക് നേടിത്തരാൻ എൻ്റെ ചാനലിൻ്റെ നിസ്സീമമായ സഹകരണവും ക്ലാസ്സുകളും ഉണ്ടാകും. നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഈ ചാനലിനുണ്ടാവണം. ക്ലാസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.